ഹായ് ഓൾ, വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊരു കിഡിലൻ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമുക്ക് ഒട്ടും വെറുപ്പിക്കാണ്ട് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അല്ലേ. അപ്പോൾ ഞാൻ ആദ്യമേ ഇതിൽ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒനിയൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചേക്കാണ്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ, ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 5 കഷ്ണം ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിന് ഞാൻ ഒരു 3 വലിയ സബോള എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെറിയ സബോളയാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. അതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വഴറ്റി നല്ല ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. നിങ്ങൾക്കല്ല ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം നല്ല ഫ്രൈ ആയി കിട്ടണം, അതാണ് പാകം. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരാൻ. ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഉപ്പിടുമ്പം സൂക്ഷിച്ച് എണ്ണ ഇടുക. പിന്നെയും നമുക്കിനി ഉപ്പ് യൂസ് ഉള്ളതാണ്, ഒരുപാട് നമ്മൾ ഇടുന്നതാണ്. അപ്പം സൂക്ഷിച്ചിടുക. ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും ഇങ്ങനെ ഒരു ബ്രൗണിഷ് കളറിൽ കിട്ടും കേട്ടോ. ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കുക. അത് മാറ്റി വെക്കുന്നത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണം, പിന്നെ നമ്മുടെ ചിക്കനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. ഞാൻ ഈ എണ്ണയൊന്നും മാറ്റുന്നില്ല, ഈ സെയിം എണ്ണയിൽ തന്നെയാണ് ബാക്കി പരിപാടി ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പു, കുറച്ച് പെരുംജീരകം എല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണ്. ഒരുപാടല്ല, കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കുവാണ് കേട്ടോ, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് വെക്കാം. ഇനി ഇത് കുറച്ച് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഈ എണ്ണയായിട്ടൊക്കെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല, അല്ലാണ്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഈ ചിക്കൻ ഇടുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും. ഉപ്പൊക്കെ സൂക്ഷിച്ച് ഇടാവും, കാരണം നമ്മുടെ ഉള്ളിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ ഒരുപാട് വേണ്ട. പിന്നെ ചിക്കൻ നമ്മൾ നേരത്തെ തന്നെ മസാല ഒന്നും പൊട്ടി വെക്കേണ്ട ഒരു കാര്യമില്ല. അത് മസാലയിൽ കിടന്ന് തന്നെ നല്ല വെന്ത് കിട്ടുന്ന സാധനമാണ്. ഇനി കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നാരങ്ങ നീര് നമ്മൾ ഈ നമ്മുടെ ചിക്കൻ ഒന്ന് പൊട്ടി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അടച്ച് വെച്ച് 2-3 മിനിറ്റ് വേവിക്കുക. അപ്പോൾ ആ ചിക്കൻ്റെ ആ വെള്ള കളറ് മാറണം, എങ്കിൽ മാത്രമേ, അതിന് വേണ്ടിയിട്ടാണ്. 2 മിനിറ്റ് മതിയാവും കേട്ടോ. ഇതിലേക്ക് ഇച്ചിരി തൈര് ഒഴിച്ച് നമ്മൾ ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഒരു 3 പച്ചമുളക് മതിയാവും. ഇച്ചിരി തൈര് കൂടെ ഒഴിച്ചിട്ട് വേണം അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ 1 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സെയിം ഇതിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നല്ലവണ്ണം നമ്മുടെ ഈ എല്ലാം ഒന്ന് യോജിക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കും. തൈര് ഓപ്ഷണലാണ്, പക്ഷെ തൈര് ഒഴിക്കുന്നത് കുറച്ച് കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഒരു ബൗള് തൈര് ഒഴിച്ചു കൊടുക്കട്ടോ, ഒരുപാട് വേണ്ട. പുളി അനുസരിച്ച് നമ്മൾ ഒഴിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് നമ്മുടെ ചിക്കൻ കിട്ടുകയും ചെയ്യും. ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല തിളച്ചിട്ട് നമ്മുടെ മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും ഈ സമയത്തേക്കും. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇച്ചിരി ഒന്ന് കുരുമുളക് പൊടി ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി എല്ലാവരും യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇത് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. ഒരുപാട് നേരം അടച്ച് വെക്കൊന്നും വേണ്ട ഇതിന്. അതൊന്നായിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഒനിയനാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഒനിയൻ എടുക്കുമ്പം ബാക്കി വെക്കാൻ സൂക്ഷിക്കണം, കാരണം നമുക്ക് ഇത് ഗാർണിഷ് ചെയ്യാൻ സമയത്ത് നമുക്ക് ഈ ഒനിയൻ വേണം. അതുകൊണ്ട് അത് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ ഇതിലേക്കിട്ട് നല്ല വൃത്തിയാ ഒനിയനും നമ്മുടെ ചിക്കനും എല്ലാം നല്ല വിധേന വെന്ത് അതൊന്നും നല്ല വേണം. ആ ഒരു ടേസ്റ്റ്, ഒനിയൻ്റെ ടേസ്റ്റ് നമ്മുടെ ചിക്കനിൽ പിടിക്കണം. അതാണ് നമ്മുടെ ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഒരു ഒനിയൻ ഫ്രൈ ചെയ്ത് ആ ഒനിയൻ ഒന്ന് മിക്സായി കിട്ടുന്നതാണ് നമ്മുടെ ചിക്കൻ്റെ പ്രത്യേകത. ഇതൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് നന്നായിട്ട് വേവിക്കുക. വെള്ളം നമ്മളിതിൽ യൂസ് ചെയ്യാനേ പാടില്ല, ഒരു ഇച്ചിരി പോലും വെള്ളം ഒഴിക്കാൻ പാടില്ല.
കണ്ടോ, ഒനിയനും നമ്മുടെ ചിക്കനും ഒക്കെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വന്നതിന് ശേഷമാണ് നമ്മുടെ മസാല ഇടുന്നത്. ഞാനിത് നമ്മുടെ നാടൻ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിയതല്ല, നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നത് വേണമെങ്കിൽ വിടാം, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചിക്കൻ മസാലയാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇച്ചിരി, ഒരുപാട് വേണ്ട, ഒരിച്ചിരി കാരം പോകാനും വേണ്ടി ഇച്ചിരി മല്ലിപ്പൊടി ഇച്ചിരി ഇങ്ങോട്ട് ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ റൈസിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. അത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ റൈസ് നമ്മൾ കംപ്ലീറ്റ്ലി നെയ്യിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ നെയ്യിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ റൈസിന്. അപ്പോൾ ഞാൻ ഈ ചെറിയ പാന് വെച്ചേക്കുന്നത്, എൻ്റെ വലിയ പാനിൽ ഈ എണ്ണ ഇതൊന്നും മൂപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല, കൊണ്ടാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എല്ലാം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ചെയ്യുമ്പം ഒരുപാട് വറുത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കഴുകിയിട്ട് ഇടണം, ഇല്ല എങ്കിൽ ഇതങ്ങ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. നമ്മൾ കഴുകിയിട്ട് ഇടുമ്പോൾ നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ കറക്റ്റ് വേവിന് നമുക്ക് ആ ഒരു കറക്റ്റ് മൂപ്പാഴുമ്പോൾ കിട്ടും, ഒരുപാട് കരിഞ്ഞു പോകത്തില്ല, കറക്റ്റായിട്ട് നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിനെ നമുക്ക് കോരി മാറ്റാം. ഈ സെയിം നെയ്യിൽ തന്നെ നമുക്ക് അടുത്ത് നമ്മുടെ പരിപാടി തുടങ്ങാം, നമ്മുടെ റൈസിനുള്ള പരിപാടി. അപ്പം ആ സെയിം നെയ്യിൽ തന്നെ ഗ്രാമ്പു, പട്ട, പിന്നെ നമ്മൾ കുറച്ച് പെരുംജീരകം, പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഏലക്ക നെടുകെ കീറി ഇട്ട് കൊടുക്കുക. ഏലക്കയാണ് നമ്മുടെ ഈ ഒരു ബിരിയാണിയുടെ റൈസിൻ്റെ ആ ഒരു ഫ്ലേവർ കൊടുക്കുന്നത് നമ്മുടെ ഏലക്കയാണ്. അപ്പോൾ ഒരു 3 ഏലക്ക നടുകിന് കീറിയിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഞാൻ എൻ്റെ പാനും കൂടെ വെള്ളം, നമ്മുടെ റൈസ് എടുത്തേക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളമാണ് വേണ്ടത്. ഞാൻ 3 കപ്പ് റൈസാണ് എടുത്തേക്കുന്നത്, അപ്പം ഒരു 6 കപ്പോളം വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നല്ല അടികട്ടിയുള്ള നല്ല പാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രൈയിങ് പരിപാടിയൊക്കെ നിങ്ങൾക്ക് അതിൽ തന്നെ ചെയ്തെടുക്കുക, എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എൻ്റെ ഈ ഒരു പാത്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പാത്രമാണ്, അതുകൊണ്ടാണ് പിന്നെ പൊട്ടിത്തെറുക്കും, നമുക്ക് ഇച്ചിരി സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്, അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ റൈസിന് വേണ്ടി കുറച്ച് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ്. അപ്പോൾ ഇവിടേക്ക് നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്, അതിനെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നല്ലവണ്ണം കഴുകി ഉണക്കി വെച്ചേക്കുന്ന നമ്മുടെ റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, ഇതിങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. നമ്മുടെ റൈസും നമ്മുടെ വെള്ളവും ഒരുമാതിരി ആകുന്നവരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒരു സംഭവം പറയാൻ വിട്ടുപോയി, നമ്മുടെ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും റൈസും വെള്ളമൊക്കെ ഒരേ ലെവലിലാവും. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു നെയ്യുടെ ആ ഒരു ടേസ്റ്റും ഒക്കെ നല്ല വേണം നമ്മുടെ റൈസിൽ വരും. ഞാനൊരു 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചപ്പോഴേക്കും നമ്മുടെ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. 20 മിനിറ്റ് ആയിട്ടില്ല, ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റൈസിൻ്റെ വേവിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒന്ന് ദമ്മിടാം. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തേക്കുന്നത്, അതിൽ കുറച്ച് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പോർഷനിൽ ഞാൻ കുറച്ച് നമ്മുടെ ഗ്രേവി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മീതെ വീണ്ടും നമ്മൾ ഗ്രേവി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 2-3 ലെയറായിട്ട് വരുന്നൊരു ബിരിയാണിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മീതേക്ക് വീണ്ടും നമ്മുടെ ഗ്രേവി തന്നെ ഇട്ട് കൊടുക്കണം. ബാക്കി ഗ്രേവി മുഴുവൻ ഞാനിവിടെ ഇട്ട് കൊടുക്കുവാണ്. ഇനി അതിൻ്റെ മീതെ വീണ്ടും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ചേക്കുന്നത് നമ്മുടെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത ഓനിയനൊക്കെ നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മീതെ വീണ്ടും നമ്മൾ റൈസ് ഇടുവാണ്. ഇനി നമുക്ക് നമ്മുടെ ഗാർണിഷ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് ഇതിനടച്ചൊരു 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ദമ്മിട്ട് എടുക്കുക. നമ്മുടെ കിടിലൻ ബിരിയാണി നമുക്ക് കിട്ടും കേട്ടോ.
ഇത് സൂപ്പർ ഒരു ബിരിയാണി. നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്കിതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് ലെയർ നമുക്ക് ആദ്യമേ ഇട്ട് കൊടുക്കണം. ഏറ്റവും ലാസ്റ്റത്തെ ലെയറാണ് നമ്മൾ ആദ്യമേ പാത്രത്തിലോട്ട് ഇടുന്നത്. പിന്നെ സെക്കൻഡ് ലെയർ ഇടുക. ഏറ്റവും ടോപ്പിൽ നമ്മുടെ ഏറ്റവും മീതിയിലുള്ള ലെയർ ഇടുക. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സലാഡും നമ്മുടെ പിക്കിളൊക്കെ കൂട്ടി കഴിക്കാം. അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.